ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് ചില ആളുകൾ ജീവിതത്തിൽ അവസരങ്ങൾ മാത്രം കാണുന്നത്, ചില ആളുകൾ പ്രശ്നങ്ങൾ മാത്രമേ കാണുള്ളൂ? എന്തുകൊണ്ടാണ് ചിലർ വലിയ തിരിച്ചടികൾ ജീവിതത്തിലുണ്ടായാലും പെട്ടെന്ന് ഉയർത്തെണീറ്റ് ശക്തമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ചിലരാവട്ടെ ഒരു പ്രശ്നത്തിൽ പെട്ട് തകർന്നടിഞ്ഞ് വർഷങ്ങളോളം അതിൽ പെട്ടും കിടക്കുന്നുണ്ട്. ഇത് ഒരു കൂട്ടം ആളുകൾക്ക് ബുദ്ധിശക്തി കൂടുതലുള്ളതുകൊണ്ടാണോ? അല്ല. അവർക്ക് ശക്തി കൂടുതലുള്ളതുകൊണ്ടാണോ? അതുമല്ല. അവരുടെ തലച്ചോറ് എന്ത് ശ്രദ്ധ കൊടുക്കണമെന്ന് ട്രെയിൻ ചെയ്ത് വെച്ചേക്കാണ്. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോണത്. ഈ വീഡിയോ കഴിയുമ്പോൾ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് വെറും ഒരു പോസിറ്റീവ് തിങ്കിങ് മാത്രമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഭാഗം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ പ്രശ്നങ്ങളിലേക്ക് ആദ്യം പോണതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്രീസിയേഷൻ എങ്ങനെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ സിമ്പിളായ ഒരു ശീലത്തിനെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ നമ്മുടെ ബ്രെയിനിലെ ആ കുഞ്ഞൻ ഭാഗത്തെ പറ്റി പറയാം. അമിഗ്ഡാല എന്ന് പറയുന്ന ആ ഭാഗം, ഇതൊരു തരം അലാം സിസ്റ്റമാണ്. നിങ്ങൾ സ്മോക്ക് അലാം കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ചെറിയ സ്മോക്ക് ഡിറ്റക്റ്റ് ചെയ്താൽ തന്നെ ഇത് അലാം ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ അലേർട്ടാവും, പെട്ടെന്ന് വന്ന് സ്മോക്ക് എന്തുകൊണ്ടാണ്, ഫയർ ഉണ്ടോ, ഇതെല്ലാം നോക്കും. അങ്ങനെ വലിയൊരു തീപിടുത്തത്തിൽ നിന്ന് ആ ബിൽഡിങ്ങിനെ സംരക്ഷിക്കും. അതുപോലെയാണ് ഈ അമിഗ്ഡാല എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിലെ ആ കുഞ്ഞു ഭാഗം വർക്ക് ചെയ്യുന്നത്. ഇതൊരു അലാം സിസ്റ്റമാണ്. ഇതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കിടക്കും. ഇതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ സേഫാണോ, ഇത് സ്കാൻ ചെയ്ത് നമ്മളെ അലേർട്ട് ചെയ്യലാണ് ഈ കുഞ്ഞൻ ഭാഗത്തിൻ്റെ ജോലി. ഇതൊരു മോശം കാര്യമല്ല. ഇതുള്ളത് കൊണ്ടാണ് നമ്മുടെ പൂർവികരൊക്കെ ജീവിച്ചിരുന്നത് പോലും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10,000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരു കാട്ടിൽ നിൽക്കുകയാണ്, ഒരു ആദിമ മനുഷ്യനായിട്ട് കാട്ടിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു മരത്തിൻ്റെ പിന്നിൽ ഒരു ശബ്ദം കേട്ടു. നിങ്ങൾ അവിടെ നിന്നിട്ട് ഒരു ശബ്ദം കേട്ടു, അതൊന്ന് വിശകലനം ചെയ്താലോ എന്ന് ആലോചിക്കുന്നല്ലോ ചെയ്യുക. പെട്ടെന്ന് തിരിഞ്ഞു നോക്കും, അതൊരു പുലിയാണ്. അടുത്ത നിമിഷം നിങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. കാരണം എന്താ? അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പുലിയുടെ ഭക്ഷണമാവും. ആദിമകാലത്ത് പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കാൻ നമ്മുടെ ബ്രെയിൻ ഇവോൾവ് എടുത്ത ഒരു സിസ്റ്റമാണ് ഈ അമിഗ്ഡാല. ഇന്നും അതുപോലെ തന്നെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യണത്. പണ്ടത്തെ പ്രശ്നങ്ങൾ കടുവയായിരുന്നു, മഞ്ഞായിരുന്നു, ഇടിവെട്ടായിരുന്നു, കാട്ടിലെ സർവൈവൽ, കാട്ടിലെ നിലനിൽപ്പായിരുന്നു നമ്മുടെ ആവശ്യം. പക്ഷേ ഇന്നും അതേ ബ്രെയിൻ അതുപോലെ ഫങ്ഷൻ ചെയ്യുന്നു. പക്ഷേ പ്രശ്നങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രശ്നങ്ങൾ എന്താ? സാമ്പത്തിക പ്രശ്നമാവാം, വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാവാം, സമൂഹം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നുള്ള ചിന്തയാവാം, ജോലിയിൽ ഉള്ള പ്രശ്നങ്ങളാവാം, ഫാമിലി പ്രോബ്ലംസ് ആവാം. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ അലട്ടുണ്ടോ ഇതെല്ലാം ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ അമിഗ്ഡാല എന്ന് പറഞ്ഞ ബ്രെയിനിൻ്റെ ചെറിയൊരു ഭാഗത്തിൻ്റെ ഫങ്ഷൻ, അത് ഒരു അലാം സിസ്റ്റമാണ്. നമുക്ക് പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇനി എന്തുകൊണ്ടാണ് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മുടെ ബ്രെയിനിൽ തങ്ങി നിൽക്കുന്നത്? ഇതിനെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നെഗറ്റിവിറ്റി ബയാസ് എന്നാണ്. നമ്മുടെ തലച്ചോറ് ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ എപ്പോഴും തന്നുകൊണ്ടിരിക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നിലനിൽപ്പിൻ്റെ ആവശ്യമായിരുന്നു. കാരണം മനുഷ്യൻ്റെ ചുറ്റും അപകടങ്ങളായിരുന്നു. ഈ അപകടങ്ങളെയും നമ്മളെ സംരക്ഷിക്കുന്ന ബ്രെയിൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ അപകടങ്ങളെ സ്കാൻ ചെയ്ത് നമുക്ക് അലേർട്ട് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ? അതില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു നെഗറ്റീവ് കമൻറ്റ് കിട്ടിയാൽ, ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളത് ഓർത്തിരിക്കുന്നത്. അതിനിടയിൽ ചിലപ്പോൾ നമുക്ക് 10,000 അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. ഒരു നെഗറ്റീവ് കമൻറ്റോ നെഗറ്റീവായുള്ള കാര്യങ്ങളോ നമ്മുടെ മനസ്സിൽ നിൽക്കണത്. നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഒരു തമാശ തന്നെ നമ്മൾ 10 പ്രാവശ്യം പറയുമ്പോൾ അതിൻ്റെ ആ രസം പോവും. പക്ഷേ ദുഃഖം എത്ര കഴിഞ്ഞാലും നമ്മൾ ഓർത്തിരിക്കും അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി. അതിന് കാരണം ഇതാണ്. ഇനി ബ്രെയിനിൻ്റെ മറ്റൊരു ഭാഗത്ത് പരിചയപ്പെടാം. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. ഈ ഭാഗമാണ് നമ്മളെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത്. ഇതാണ് നമ്മളെ ചിന്തിക്കാൻ സഹായിക്കുന്ന ഭാഗം. പ്ലാൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഇതാണ്. ഇമോഷൻസിനെ, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതും ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. അപ്പോൾ അമിഗ്ഡാല അലാം കൊടുക്കും, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് തീരുമാനങ്ങൾ എടുക്കും. നമുക്കൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്രീസിയേഷൻ അതെങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? യഥാർത്ഥ അപ്രീസിയേഷൻ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരിക്കലും ഇല്ലാണ്ടാക്കാനല്ല ചെയ്യണത്. ഇതൊരിക്കലും നമ്മളോട് പ്രശ്നങ്ങളില്ല എന്ന് അഭിനയിക്കാൻ നമ്മളോട് പറയുന്നില്ല. പക്ഷേ അപ്രീസിയേഷൻ
നമുക്ക് ചെറിയൊരു പോസ് തരും. ഈ പോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. എന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്? ഇതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പഠിക്കാനുണ്ടോ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടോ? മുമ്പാണെങ്കിൽ ഇത് അപകടം കിട്ടുന്നു, നമ്മൾ ഓടുന്നു, ടെൻഷനാവുന്നു, ഹാർട്ട് റേറ്റ് കൂടുന്നു, നമ്മളാകെ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു ചെറിയ ഒരു പോസ് നമുക്ക് കിട്ടുന്നു. അപ്പം നമുക്ക് ഒന്ന് ചിന്തിക്കാൻ ഒരു സമയം കിട്ടും. ആ ഒരു ചെറിയ പോസിലാണ് ഈ അപ്രീസിയേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് അല്പം കൂടി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഇതൊന്ന് ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടും. ഇതെങ്ങനെ നടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലൊരു ഫിൽറ്റർ ഉണ്ട്, റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ RAS എന്ന് പറയും. ഓരോ സെക്കൻഡിലും നമ്മൾ ഒരുപാട് ഇൻഫർമേഷനാണ് നമ്മുടെ ബ്രെയിനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻഫർമേഷന് മുഴുവൻ ബ്രെയിൻ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് തരുന്നത്. എല്ലാ ഇൻഫർമേഷനും നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല ഒരു സെക്കൻഡ് കൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു പുതിയ കാർ വാങ്ങി അല്ലെങ്കിൽ ഒരു പുതിയ ബൈക്ക് വാങ്ങിച്ചു. പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ ആ കാറ് അല്ലെങ്കിൽ ആ ബൈക്ക് കൂടുതലായിട്ട് കാണാൻ തുടങ്ങും. എവിടെ നോക്കിയാലും ആ കാറ് കാണും. എങ്ങനെയാണ് ഈ RAS വർക്ക് ചെയ്യണത്? അതായത് നമുക്ക് കിട്ടുന്ന ഒരുപാട് ഇൻഫർമേഷനിൽ നമ്മൾക്ക് റിലവൻ്റ് ആയിട്ട് തോന്നുന്ന ഇൻഫർമേഷൻ പെട്ടെന്ന് നമ്മളെ കാണിച്ചു തരും. അപ്പോൾ ഈ സിസ്റ്റം തന്നെയാണ് ഈ അപ്രീസിയേഷനിൽ വർക്ക് ചെയ്യണത്. കാരണം എന്താ, നമ്മൾക്ക് ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ഒരുപാട് ചിന്തകൾ നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നുണ്ട്. ആ ബ്രെയിനിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്, ഒരുപാടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ അപ്രീസിയേഷൻ കൂടുതൽ പറയുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ല കാര്യങ്ങൾ കൂടുതൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ബ്രെയിൻ. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മുടെ കാഴ്ചയിൽ വ്യത്യാസം വരും. നമ്മൾ നല്ല കാര്യങ്ങൾ കാണും, അവസരങ്ങൾ കാണുമ്പോൾ പുരോഗതി ഉണ്ടാവും, നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയും, നമുക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ അപ്രീസിയേഷൻ ഹെൽപ്പ് ചെയ്യണത്. എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായ സന്ദർഭങ്ങളിൽ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും അപ്രീസിയേഷൻ ചെയ്തു തുടങ്ങി. പ്രശ്നങ്ങൾ ഒരു രാത്രി കൊണ്ട് മാറിയില്ല. പക്ഷേ ഞാൻ എന്താണ് തെറ്റ് എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്താണ് ശരി എന്ന് അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ബ്രെയിൻ കൂടുതൽ ക്ലിയറായി. എനിക്ക് പ്രശ്നങ്ങളെ ക്ലിയറായിട്ട് കാണാൻ പറ്റി, അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാനും പറ്റി, എനിക്ക് പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റി. അടുത്ത 14 ദിവസത്തേക്ക് നിങ്ങൾ രാവിലെ ഫോൺ എടുക്കുന്നതിനേക്കാളും മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 5 നന്മകൾ വെച്ച് എഴുതാൻ പറ്റുമോ? വെറുതെ എഴുതല്ല, ഒന്ന് എഴുതിയിട്ട് അതിനെക്കുറിച്ച് ഒരു സെക്കൻഡ് ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിൽ അതിനോട് നന്ദി കാണിക്കുക. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശ്രദ്ധ മാറണ്ടോ എന്ന് നോക്കുക. അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ജീവിതം പൂർണ്ണമാണെന്ന് പഠിപ്പിക്കുന്നതല്ല. നമ്മുടെ ശ്രദ്ധയെ എവിടേക്ക് തിരിക്കണം എന്ന് നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ശ്രദ്ധ മാറുമ്പോൾ നമ്മുടെ ചിന്ത മാറും. നമ്മുടെ ചിന്ത മാറുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ മാറും. നമ്മുടെ തീരുമാനങ്ങൾ മാറുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ മാറും. നമ്മുടെ പ്രവൃത്തികൾ മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം, റിസൾട്ടും മാറും. റിമെമ്പർ, ആക്ഷൻ വിൻസ്.